ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന കെ ശ്രീകണ്ഠൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത്. ആലപ്പുഴയിൽ ലഹരിക്കേസിൽ ആരോപണ വിധേയനായ എ ഷാനവാസിന് LDF സീറ്റ് നൽകി. മൂവാറ്റുപുഴയിൽ കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ഒരു സംഘം നശിപ്പിച്ചു. തിരുവനന്തപുരം നഗരസഭയിലെ ഉള്ളൂർ ഡിവിഷനിലാണ് കെ ശ്രീകണ്ഠൻ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ ശ്രീകണ്ഠൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചാണ് പാർട്ടി വിടുന്നത്. എന്നെ എന്തുകൊണ്ട് മാറ്റി എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ഇതുവരെ ഒരു വിശദീകരണം കിട്ടിയിട്ടില്ല. എന്നോട് രംഗത്തിറങ്ങാൻ പറഞ്ഞു. ഞാനത് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതിന് ശേഷം ചില അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെയാണ് എന്നെ ഒഴിവാക്കിയത്. നിരോധിത പുകയില കടത്തിയ കേസിൽ ആരോപണ വിധേയനായ എ ഷാനവാസിന് ആലപ്പുഴ നഗരസഭയിലെ തൊണ്ടംകുളങ്ങര ഡിവിഷനിൽ LDF സീറ്റ് നൽകി. മൂവാറ്റുപുഴ നഗരസഭയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയകൃഷ്ണൻ നായരുടെ ഫ്ലക്സ് ബോർഡ് ഒരു സംഘം കീറി നശിപ്പിച്ചു. അക്രമികളുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ കോൺഗ്രസിൽ നിന്നും പോയി സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതിന്റെ ദേഷ്യത്തിൽ ചെയ്തതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ മോശമായി സംസാരിച്ചുകൊണ്ട് ഇത് വലിച്ചു കീറുന്നതിന്റെ വിഷ്വൽസ് വരെ ലഭ്യമായിട്ടുണ്ട്. ഈ വിഷ്വൽസ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നാണ് ഇനി എടുക്കേണ്ടത്. സീറ്റ് വിഭജനത്തെ ചൊല്ലി തൃശൂരിൽ കോൺഗ്രസ് വിട്ടവരെ തള്ളി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് രംഗത്തെത്തി. വിജയമാണ് മാനദണ്ഡമെന്നും പിണക്കമുള്ളവരെ അനുനയിപ്പിക്കുമെന്നും ടാജറ്റ് പറഞ്ഞു. പിന്നെ എത്രയോ കാലങ്ങളായി ഇതിൽ നിൽക്കുന്ന നിരവധി ആഗ്രഹക്കാരുണ്ട്. എല്ലാവരെയും നമുക്ക് പരിഗണിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു മെറിറ്റ് അനുസരിച്ച് ഒരു തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ വിജയത്തിനാണ്. അതുകൊണ്ട് ഞങ്ങൾ അവരെയൊക്കെ കണ്ട് സംസാരിക്കും. ഒരിക്കലും എപ്പോഴും ഒരു സമവായത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ പാതയിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി.